മലയാളികളുടെ ഇഷ്ടം നേടാൻ അല്പം പ്രയാസമാണ് എന്ന് പറയാറുണ്ട്. അത്ര പെട്ടെന്നൊന്നും നമ്മൾ ആരെയും അംഗീകരിച്ചു കൊടുക്കില്ല. എന്നാൽ ചില മനുഷ്യരെ മലയാളികൾ പെട്ടെന്ന് അങ്ങ് ചേർത്ത് പിടിച്ച് നമ്മളിൽ ഒരാളാക്കി മാറ്റുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലു അർജുനെ കുറിച്ചാണ്. ഇന്നിപ്പോൾ അല്ലു പാൻ ഇന്ത്യൻ താരമാണെങ്കിലും അതിനു മുൻപേ ഏതാണ്ട് സിനിമയിൽ വന്ന കാലം മുതൽക്ക് തന്നെ മലയാളികൾക്ക് പ്രിയങ്കരനാണ്. മറ്റൊരു താരത്തെയും മലയാളികൾ ഇതുപോലെ വന്ന സമയം മുതൽക്ക് തന്നെ സ്നേഹിച്ചിട്ടില്ല. വിജയ്ക്കൊക്കെ കേരളത്തിൽ 2003 ശേഷമാണ് അത്യാവശ്യം ജനപ്രീതി കൈവരുന്നത്, ഗില്ലി സിനിമയുടെ വിജയത്തിന് ശേഷമൊക്കെ. പക്ഷെ അപ്പോഴേക്കും വിജയ് സിനിമയിൽ എത്തിയിട്ട് ഏകദേശം 10 വർഷത്തോളമായിരുന്നു. ഗജനിക്ക് ശേഷം സൂര്യയ്ക്കും അന്യനു ശേഷം വിക്രമിനും കേരളത്തിൽ വലിയ മാർക്കറ്റ് ഉണ്ടായി വന്നു. അവയൊക്കെ തന്നെ അവരുടെ സിനിമാ പ്രവേശനത്തിന് അനേകം വർഷങ്ങൾ കഴിഞ്ഞാണ് എന്ന് മാത്രം. പക്ഷെ അല്ലു അർജുൻ ആ ലീഗിൽ ഒന്നും പെടുന്ന ആളല്ല. കേരളത്തിൽ റിലീസായ ആദ്യ ചിത്രം മുതൽക്ക് തന്നെ മലയാളികളെ ഇഷ്ടപ്പെടുത്തുന്ന എന്തോ ഒരു മാജിക് പുള്ളി കാണിച്ചു. അതോടുകൂടി അല്ലു അർജുൻ മലയാളികളുടെ പ്രിയപ്പെട്ട മല്ലു അർജുനായി മാറി. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വേഗത്തിൽ അല്ലു അർജുന് ഇത് സാധിച്ചത്? നമുക്ക് ചുമ്മാ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ആ സമയത്ത്, അതായത് 2004 ഒരു പ്രോപ്പർ യുവതാരം മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പൃഥ്വിരാജ് മാത്രമായിരുന്നു അന്നത്തെ അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു യുവതാരം. കുഞ്ചാക്കോ ബോബന് ആ സമയത്ത് പുള്ളി വന്ന കാലത്ത് ഉണ്ടാക്കിയ ഒരു ഓളം ഉണ്ടായിരുന്നില്ല. ജയസൂര്യക്കും വലിയ വിജയങ്ങളോ വേണ്ടത്ര മാർക്കറ്റോ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം തുടക്കക്കാരനായിരുന്നുവല്ലോ. പൃഥ്വിരാജിനെയും ജനങ്ങൾ പൂർണ്ണമായും അങ്ങ് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക് ആഘോഷമാക്കാൻ ഒരു യുവതാരം അന്ന് മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു ഗ്യാപ്പിലേക്കാണ് അല്ലു അർജുന്റെ വരവ്. വലിയ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള യുവാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന റൊമാൻറ്റിക് ആക്ഷൻ സിനിമകൾ അന്ന് മലയാളത്തിൽ അധികം ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയം നന്നായി ഡാൻസ് ചെയ്യാൻ അറിയുന്ന, ആക്ഷൻ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന, റൊമാൻസ് നന്നായിട്ട് തന്നെ ചെയ്യുന്ന ഒരു സ്റ്റൈലിഷ് യുവനടൻ എന്ന അഡ്വാൻറ്റേജ് അല്ലു അർജുന് കേരളത്തിൽ കിട്ടി. കേരളത്തിലെ യുവാക്കളും കുട്ടികളും വളരെ വേഗം തന്നെ അല്ലു അർജുനെ ഏറ്റെടുത്തു. ആര്യ എന്ന ചിത്രം വൻ വിജയമായതോടെ ഒരു പുതിയ താരം ഉദയം കൊണ്ടു. തുടർന്ന് ഹാപ്പി എന്ന ചിത്രവും കേരളത്തിൽ വൻ വിജയമായതുകൊണ്ട് അല്ലു അർജുന് മറ്റാർക്കും ഇല്ലാത്ത വിധം ഒരു മാർക്കറ്റ് മലയാളത്തിൽ ഉണ്ടായി വന്നു. അതായത് അന്നത്തെ മലയാളത്തിലെ ഒരു യുവനടനും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അത്ര വലിയ മാർക്കറ്റ്. തെലുങ്കിൽ ഹാപ്പി ഒരു ആവറേജ് വിജയം മാത്രമായിരുന്നു. എന്നാൽ കേരളത്തിൽ ഏതാണ്ട് 200 ദിവസത്തോളം ആ സിനിമ പ്രദർശിപ്പിക്കപ്പെട്ടു. ഇത് തെലുങ്ക് പ്രേക്ഷകർക്ക് പോലും ഒരു അത്ഭുതമായിരുന്നു. കളർഫുൾ എന്റർടൈൻമെന്റ്സിന്റെ കുറവും യുവാക്കളുടെ പ്രാതിനിധ്യക്കുറവും സിനിമയിലുണ്ടായ ആ കാലഘട്ടത്തിൽ അല്ലു സിനിമകളുടെ ആ കുറവ് നികത്തപ്പെട്ടു. മലയാളികൾ അവർക്ക് കിട്ടിയ ആ യുവതാരത്തെ നന്നായി തന്നെ ആഘോഷിച്ചു. അല്ലു അർജുന്റെ സിനിമയിലെ ഡ്രസ്സിംഗ് സ്റ്റൈൽ, സിനിമകളിലെ ഹെയർ സ്റ്റൈൽ എന്നിവ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ തരംഗമായി മാറി. കൃഷ്ണ എന്ന ചിത്രത്തിലെ സൈഡ് ബാഗും ചെക്ക് ഷർട്ടും അന്ന് വലിയ തരംഗമുണ്ടാക്കിയിരുന്നു. ഹീറോ, ആര്യ 2 എന്നീ ചിത്രങ്ങളിൽ അല്ലുവിന്റെ ഹെയർ സ്റ്റൈലിനും ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. ഇതിനു പുറമെ അല്ലു അർജുൻ സിനിമകളുടെ മലയാളം ഡബ്ബിങ്ങും ഏറെ കുറ്റമറ്റതായിരുന്നു. സംഭാഷണങ്ങൾ നന്നായി തർജ്ജമ ചെയ്ത രീതിയും മികച്ച പാട്ടുകളും വരികളും സിനിമകൾ ഒരു തെലുങ്ക് ചിത്രമാണെന്ന തോന്നൽ ഒഴിവാക്കി. പ്രത്യേകിച്ച് ആര്യ, ഹാപ്പി, കൃഷ്ണ, ആര്യ 2 തുടങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ സാധാരണ മലയാള ഗാനങ്ങൾ പോലെ ഇപ്പോഴും മലയാളികൾ നെഞ്ചിലേറ്റുന്നുണ്ട്. അല്ലു അർജുന്റെ 2010 വരെയുള്ള സിനിമകളെല്ലാം തന്നെ പ്രണയത്തിനും സൗഹൃദത്തിനും പ്രാധാന്യം നൽകുന്നവയായിരുന്നു. സങ്കീർണമായ രാഷ്ട്രീയമോ വയലൻസോ അധികമില്ലാത്ത, കണ്ടിരിക്കാൻ രസമുള്ള ലൈറ്റ് എന്റർടൈൻമെന്റ് സിനിമകളായതിനാൽ എല്ലാ വിഭാഗം പ്രേക്ഷകർക്കും അല്ലു സിനിമകൾ ഒരു നല്ല നേരം പോക്ക് തന്നെയായിരുന്നു. അല്ലുവിനെ കുറിച്ച് പറയുമ്പോൾ പുള്ളിയുടെ ഡാൻസിലെ പ്രാഗൽഭ്യം പറയാതിരിക്കുന്നത് മോശമായിരിക്കും. മിക്ക ചിത്രങ്ങളിലും എന്തെങ്കിലും ഒരു ഐക്കോണിക് ഡാൻസ് മൂവ്മെന്റ് പുള്ളി ചെയ്യുമായിരുന്നു. കേരളത്തിലെ ചെറുപ്പക്കാരെ ബ്രേക്ക് ഡാൻസിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ അല്ലു അർജുൻ ഒരു കാരണമായിട്ടുണ്ട്. കേരളത്തിൽ അല്ലു അർജുൻ തരംഗം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത്, അതായത് ആര്യ, ഹാപ്പി, ബണ്ണി സിനിമകളുടെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ വേഗമേറിയ സ്റ്റെപ്പുകൾ അനുകരിക്കാൻ ശ്രമിച്ച് പല കുട്ടികൾക്കും യുവാക്കൾക്കും ചെറിയ പരിക്കുകൾ പറ്റിയ വാർത്തകൾ അക്കാലത്ത് വന്നിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഡാൻസിനോടുള്ള മലയാളികളുടെ ക്രേസ് എത്രത്തോളമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. ആര്യ 2 എന്ന സിനിമയിലെ റിംഗ റിംഗ എന്ന പാട്ടിലെ അല്ലു അർജുന്റെ സ്റ്റെപ്പുകൾ കേരളത്തിലെ സ്കൂൾ, കോളേജ് കലോത്സവങ്ങളിലും സിനിമാറ്റിക് ഡാൻസ് മത്സരങ്ങളിലും ഒരു നിർബന്ധിത ഇനമായി മാറിയിരുന്നു. അതോടൊപ്പം മൈ ലൈഫ് ഈസ് ഗോൺ എന്ന ഗാനവും അതിലെ ഡാൻസ് മൂവ്മെന്റ്സും. ഒരു കാലത്ത് കേരളത്തിലെ എല്ലാ സ്റ്റേജുകളിലും ഈ പാട്ടുകളും അദ്ദേഹത്തിന്റെ സ്റ്റെപ്പുകളും നിറഞ്ഞു നിന്നിരുന്നു. ഏറ്റവും ഒടുവിലായി പുഷ്പയിലെ ശ്രീവല്ലി എന്ന പാട്ടും ചെരുപ്പ് വെച്ചിട്ടുള്ള ആ പ്രത്യേക മൂവ്മെന്റും
പിന്നെ അല വൈകുണ്ഠപുരമിലു എന്ന ചിത്രത്തിലെ ബുട്ടബൊമ്മ എന്ന പാട്ടും അതിലെ ലളിതമായ ഡാൻസ് മൂവ്മെന്റും, ലളിതമെങ്കിലും അതീവ സ്റ്റൈലിഷ് ആയ സ്റ്റെപ്പുകൾ ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡേവിഡ് വാർണർ കുടുംബത്തോടൊപ്പം അല്ലുവിന്റെ സ്റ്റെപ്പുകൾ അനുകരിച്ച് വീഡിയോ ഇട്ടത് വലിയ വാർത്തയായിരുന്നു. കേരളത്തിലെ മിക്ക ഡാൻസ് റിയാലിറ്റി ഷോകളിലും അതിഥികളായി എത്തുന്ന പ്രമുഖർ പോലും അല്ലു അർജുന്റെ ഡാൻസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ വഴക്കത്തെക്കുറിച്ചും എപ്പോഴും വാചാലരാകാറുണ്ട്. മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ ഡാൻസ് കാണാൻ വേണ്ടി മാത്രം സിനിമയ്ക്ക് പോകുന്ന ഒരു വലിയ വിഭാഗം പ്രേക്ഷകർ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ്. പാട്ടുകൾക്ക് നല്ല പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ വരികൾ നന്നായി മൊഴി മാറ്റാനുള്ള ആത്മാർത്ഥമായ ശ്രമം വിതരണക്കാർ നടത്തിയിരുന്നു. പ്രയാസകരമായ മൂവ്മെന്റ് വളരെ എഫേർട്ട്ലെസ് ആയി, വളരെ ഗ്രേസോട് കൂടിയാണ് അല്ലു അർജുൻ ചെയ്തിരുന്നത്. ഇത്തരത്തിൽ ഡാൻസ് ചെയ്യുന്ന മറ്റൊരു ഹീറോ ഹൃത്തിക് റോഷനാണ്. അല്ലു അർജുന്റെ കേരളത്തിലെ തേരോട്ടത്തിന് ചുക്കാൻ പിടിച്ച ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഖാദർ ഹസൻ. അല്ലു അർജുൻ ചിത്രങ്ങളുടെ കേരളത്തിലെ വിതരണം വളരെ കാര്യക്ഷമമായിട്ടാണ് പുള്ളി നടത്തിയത്. മറ്റു ഭാഷാ നടന്മാരുടെ സിനിമകൾ കേരളത്തിൽ വല്ലപ്പോഴും മാത്രം റിലീസ് ചെയ്തിരുന്നപ്പോൾ അല്ലു അർജുൻ സിനിമകൾ വളരെ വേഗത്തിൽ കേരളത്തിലെ ബി ക്ലാസ്, സി ക്ലാസ് തിയേറ്ററുകളിൽ പോലും എത്തിയിരുന്നു. ഇത് അദ്ദേഹത്തിന് ഒരു വലിയ ഗ്രാസ് റൂട്ട് ലെവൽ ഫാൻ ബേസ് ഉണ്ടാക്കാൻ സഹായിച്ചു. അല്ലുവിന്റെ കേരളത്തിലെ ജനപ്രീതി കാരണം തെലുങ്കിൽ പരാജയപ്പെട്ട ചിത്രങ്ങൾ പോലും കേരളത്തിൽ റിലീസ് ചെയ്യിക്കുമായിരുന്നു. വരുഡു എന്ന ചിത്രം ഒരു ഉദാഹരണമാണ്. ഈ ചിത്രം തെലുങ്കിൽ ഒരു വലിയ പരാജയമായിരുന്നു. വളരെ വലിയ ബജറ്റിൽ നിർമ്മിച്ച ചിത്രം തെലുങ്ക് പ്രേക്ഷകർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ കേരളത്തിൽ ഈ ചിത്രം വരൻ എന്ന പേരിൽ മൊഴി മാറ്റി എത്തിയപ്പോൾ മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഇതിലെ പാട്ടുകളും ആക്ഷൻ രംഗങ്ങളും മലയാളികൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ബദ്രിനാഥ് എന്ന ചിത്രവും ഇതിന് ഉദാഹരണമാണ്. തെലുങ്കിൽ ഈ സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. വലിയ പ്രതീക്ഷയോടെ വന്ന ചിത്രമായതിനാൽ പ്രതീക്ഷയ്ക്കൊത്ത രീതിയിൽ സിനിമ വന്നില്ല എന്ന കാരണത്താൽ ഒരു വലിയ വിജയമായില്ല. എന്നാൽ കേരളത്തിൽ ഈ സിനിമ വലിയ തരംഗമായി മാറി. അല്ലു അർജുന്റെ സാമുറായി ഗെറ്റപ്പും നൃത്തവും കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വൻ ഹിറ്റായി. ആര്യ 2 എന്ന ചിത്രവും ഇതേ ഗണത്തിൽ പെടുത്താവുന്നതാണ്. ആദ്യ ഭാഗമായ ആര്യ ഉണ്ടാക്കിയ വമ്പൻ വിജയവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആര്യ 2 തെലുങ്കിൽ ഒരു ശരാശരി വിജയം മാത്രമായിരുന്നു. എന്നാൽ കേരളത്തിൽ ചിത്രം വൻ വിജയമായിരുന്നു. പ്രത്യേകിച്ച് ഇതിലെ റിങ്ക റിങ്ക എന്ന പാട്ടും അല്ലു അർജുന്റെ സ്റ്റൈലും മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഹാപ്പി എന്ന സിനിമ തെലുങ്കിൽ ഒരു ആവറേജ് വിജയമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. എന്നാൽ കേരളത്തിൽ അല്ലു അർജുനെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയത് ഈ സിനിമയാണെന്ന് പറയാം. ഹാപ്പിയിലെ കോമഡി രംഗങ്ങളും പ്രണയവും മലയാളികൾക്ക് വളരെ പെട്ടെന്ന് കണക്റ്റായി. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? മലയാളി പ്രേക്ഷകർക്ക് അല്ലു അർജുന്റെ സിനിമകളിൽ നിന്ന് വേണ്ടത് പ്രധാനമായും അദ്ദേഹത്തിന്റെ ഡാൻസ്, സ്ക്രീൻ പ്രസൻസ്, സ്റ്റൈലിഷ് ആക്ഷൻ രംഗങ്ങൾ എന്നിവയാണ്. തെലുങ്കിലെ വലിയ താരങ്ങൾക്കിടയിൽ കഥയുടെ പോരായ്മകൾ കാരണം ഒരു സിനിമ പരാജയപ്പെട്ടാലും കേരളത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായ പ്രകടനം കാണാൻ വേണ്ടി മാത്രം ആളുകൾ തിയേറ്ററിലെത്തി. ഇതാണ് പലപ്പോഴും തെലുങ്കിലെ പരാജയങ്ങളെ കേരളത്തിൽ വിജയമാക്കി മാറ്റിയത്. ഇന്നും മലയാളികൾക്ക് അല്ലു അർജുൻ ഇഷ്ടതാരം തന്നെയാണ്. പക്ഷേ ഒരു 2012 വരെയൊക്കെ ആയിരുന്നു കേരളത്തിൽ അല്ലു അർജുൻ തരംഗം. അതിനുശേഷം യുവതാരങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരുന്നല്ലോ മലയാള സിനിമയിൽ. ദുൽഖർ, ആസിഫ് അലി, നിവിൻ പോളി, ഫഹദ് ഫാസിൽ തുടങ്ങിയവരെല്ലാം സിനിമയിലെത്തിയത് ഏകദേശം ഇതേ സമയത്താണ്. ഒരു പ്രോപ്പർ യുവതാരമില്ലാതിരുന്ന മലയാള സിനിമയിലേക്ക് നിരവധി പേർ വരികയും യൂത്ത് ഓറിയന്റഡ് സിനിമകൾ കൂടുതലായി ഇറങ്ങുകയും ചെയ്തതുകൊണ്ട് അല്ലു അർജുനോട് ഉണ്ടായിരുന്ന ക്രൈസ് ഒരല്പം കുറഞ്ഞെങ്കിലും ഇന്നും മലയാളികൾക്ക് അല്ലു അർജുൻ അവരുടെ മല്ലു അർജുൻ തന്നെ. എന്താണ് വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.